Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി മാണിക്യമംഗലത്ത് തെരുവു നായകളുടെ മൃഗീയമായ ആക്രമണത്തിൽ 7 ആടുകൾ ചത്തു. മാണിക്യമംഗലം പനയാലിക്കര വടക്കുംചേരി വീട്ടിൽ സോയൻ വർഗീസിന്റെ വീട്ടിലെ ആടുകളെയാണ് തെരുവു നായ്ക്കൾ കൂട്ടമായി എത്തി കടിച്ചു കൊന്നത്. കാലടി മാണിക്യമംഗലത്ത് തെരുവു നായകളുടെ ആക്രമണത്തിൽ 7 ആടുകൾ മൃഗീയമായി ചത്തു. മാണിക്യമംഗലം പനയാലിക്കര വടക്കുംചേരി വീട്ടിൽ സോയൻ വർഗീസ് വളർത്തിയ 7 ആടുകളെയാണ് 5-8ഓളം തെരുവു നായകൾ കൂട്ടമായി എത്തി കടിച്ചുകീറി കൊന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ഉണ്ടായത്. വീടിനടുത്തെ ഫാമിലാണ് ആടുകളെ സോയൻ വളർത്തിയിരുന്നത്. ഫാം ഹൌസിന്റെ ഗ്രില്ലുകൾ ചാടിക്കടന്നാണ് ആടുകളെ തെരുവു നായകൾ ആക്രമിച്ചത്. മഴ കാരണം ആടുകളുടെ നിലവിളി ശബ്ദം കേൾക്കാനായില്ലെന്ന് സോയൻ പറയുന്നു. ഇതിനു മുൻപും വീട്ടിൽ വളർത്തിയിരുന്ന കോഴികളെ തെരുവു നായകൾ പിടിച്ചിട്ടുണ്ട്. ഞാൻ വെളുപ്പിന് ഒരു 5:30 ആയപ്പോഴാണ് ഇവൻ വന്നിട്ട് സെലി വന്നിട്ട് പെട്ടെന്ന് താഴേക്ക് വരാൻ പറഞ്ഞിട്ട് വന്നു. ഞാൻ താഴേക്ക് വരുമ്പോൾ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇവൻ സാധാരണ രാവിലെ വന്ന് കൂടടിച്ച് കൂക്കായിട്ട് വരും. അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് ആ ആടിനെ 2 പട്ടി തിന്നു, 2-3 പട്ടി തിന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ 5-6 ഉണ്ടായിരുന്നു. ഇത്രയും പൊക്കത്തിൽ 5 അടി പൊക്കത്തിലുള്ള ഗ്രില്ല് ചാടി കയറിയിട്ടാണ് അതുങ്ങൾ പിടിച്ചത്. 5 അടിയെങ്കിലും വരും ആ ഗ്രില്ലിൻ്റെ പൊക്കം. അത് ഒക്കെ അതേമാതിരി തന്നെ തിരിച്ച് അങ്ങോട്ട് ചാടിപ്പോവുകയും ചെയ്തു. ഇവിടെ ഇത് പറയുക തെരുവ് നായ്ക്കളാണെല്ലാം, ഇവിടെയുള്ള പട്ടികളൊന്നുമല്ല. ഇവനെ കെട്ടിക്കയറാൻ പോയി ആദ്യം. അത് കഴിഞ്ഞ് ഇവൻ പിന്നെ എന്താ കമ്പിമേക്കിട്ട് അടിച്ചാരണം അതെല്ലാം അതിലെ ചാടി എല്ലാം രക്ഷപ്പെട്ടു. ഈ മഴയായതുകൊണ്ട് ഒന്നും കേൾക്കാനും പറ്റിയില്ല, റോഡിയൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഇവൻ 5:30 ആയപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ എനിക്ക് തോന്നുന്നത് വെളുപ്പിന് 4 മണിക്കോ അല്ലെങ്കിൽ ഒരു 5 മണിയൊക്കെ ആയിരിക്കണമെന്ന് തോന്നുന്നു ഇത് സംഭവിച്ചേക്കണത്. ഇപ്പോൾ രണ്ടെണ്ണത്തിന് ജീവനുണ്ടെന്ന് തോന്നുന്നു, ബാക്കിയെല്ലാം ചത്തു. തെരുനായ്ക്കളാണ്. ഈ തെരുനായ്ക്കൾ ഇങ്ങനെയാണെങ്കിൽ ഇത്രയും പൊക്കോളം കൂട്ടിയിട്ട് വളർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ മനുഷ്യന് എന്ത് സേഫ്റ്റിയുള്ള ഇവിടെ? വളർത്തുന്ന പട്ടികളൊന്നും ഇങ്ങനെ വരില്ല കൂട്ടായിട്ട്. അതൊക്കെ ഒരെണ്ണൊക്കെ എന്തെങ്കിലും കോഴിനെ പിടിക്കണല്ലാണ്ട് ഇതൊരു കൂട്ടം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ എവിടെ പറമ്പുകളിലൊക്കെയാണ് കിടക്കണേന്ന് തോന്നുന്നു. എന്തായാലും ഞാനിവിടെ സ്ഥലത്തില്ല, ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു. നമ്മൾ ആട് വളർത്തിക്കൊണ്ടിരുന്ന അവിടെ ആടും പശു എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിനും ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ പണിക്ക് വന്ന ചേച്ചിയും അവരും കൂടി വളർത്തിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി ഇവിടെ കൂട്ടിക്കിട്ടേന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ. അപ്പോൾ അതുങ്ങളുടെ ഉപജീവനമാർഗ്ഗമായിരുന്നു ഇത്. നിങ്ങളുടെ പാല് കൊടുത്തും അതുങ്ങൾ വലുതാകുമ്പോൾ കൊടുത്തൊക്കെയാണ് അതുങ്ങൾ ജീവിക്കുന്നത്. അതുങ്ങളുടെ ഉപജീവനമാർഗ്ഗമാണ് ഈ നഷ്ടപ്പെട്ടത്. അത് വലിയൊരു കഷ്ടമാണ്. അതിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതുങ്ങൾക്ക് അത് കൊടുക്കാനുള്ള സംവിധാനം ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ഈ പ്രദേശത്ത് തെരുവു നായകളുടെ ശല്യം കാരണം ആർക്കും സ്വന്തമായി വീട്ടിൽ കോഴിയെ പോലും വളർത്താൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞാൻ വരുമ്പോൾ ആ ആടിനെയാണ് ആദ്യം കാണുന്നത്. അടിച്ചു വരാൻ വരുമ്പോൾ അവിടെ 2 പട്ടി തിന്നും കൊണ്ടിരിക്കുന്നു. എത്ര മണിക്കാണ്? ഒരു 5:30 സമയം. അപ്പം നല്ല മഴയുള്ള കാരണം സൗണ്ട് കേൾക്കില്ല പുറത്തേക്ക്. ഞാൻ ഇവിടുന്ന് കടന്നു വന്നു. ആ 2 പട്ടി ഇതിക്കടെ ഇങ്ങോട്ട് കാടി. അപ്പം ഞാൻ അത് കുറ്റിയിട്ടിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ പട്ടികളൊക്കെ എൻ്റെ കൂടെ എൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുക. അപ്പം ഞാൻ കൂടും വിട്ട് തല്ലിയപ്പോൾ അവിടെ കിടന്ന പട്ടികൾ ഇവിടെ നിന്ന് വന്നത് ആദ്യം അങ്ങ് ചാടി ഓടി. അപ്പോൾ അവിടെ പട്ടി കിടപ്പുണ്ട് 2-3 എണ്ണം. ആ 2-3 എണ്ണം ഇവർ പോയ മാതിരി തന്നെ അങ്ങോട്ട് കയറി. പിന്നെ ഞാൻ ചെന്ന് സോയനെ വിളിച്ച് പിന്നെ ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങോട്ട് വന്നു. ഇത്ര സംഭവമാണ് കണ്ടേക്കണേ.